വന്നിട്ടുള്ളത് ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ്. ഓട്ടട പല സ്ഥലത്തും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നല്ല ഹോൾസ് ഉള്ള സോഫ്റ്റ് ഓട്ടട നമുക്ക് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരിയാണ്. ഞാനിവിടെ ഏകദേശം 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ഈ 3 ചേരുവകൾ മാത്രമാണ് നമുക്ക് ഈ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി അരി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അരിയുടെ മുകളിലൊന്ന് കിടക്കുന്ന രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അരിയും തേങ്ങയും ഒട്ടും തരിയില്ലാതെ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാവ് അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ള മാവാണ് കിട്ടേണ്ടത്. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശമാവിനേക്കാളും അല്പം ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിതിനെ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിന് പകരം വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അതെനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഈ ഒരു രീതിയിലാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. പക്ഷേ കോഴിമുട്ടയുടെ ഒരു ടേസ്റ്റും അതിൽ വരാറില്ല. നല്ല ഹോൾസൊക്കെ ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന് പകരം ചോറും അതുപോലെ തന്നെ മൈദയൊക്കെ ചേർത്തിട്ട് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കണം. ഇതും നല്ല ടേസ്റ്റുള്ള ഓട്ടട തന്നെയാണ്. അപ്പോൾ കോഴിമുട്ട നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഓട്ടടയിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനു വേണ്ടിയിട്ട് സ്റ്റൗവിൽ മൺചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒഴിച്ചിട്ട് ഹോൾസ് വരുന്ന സമയത്ത് ഇതിനെ മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് കുക്കായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. അങ്ങനെ നല്ല ഹോൾസൊക്കെ ഉള്ള സോഫ്റ്റ് ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഓട്ടട ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്